തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള കേന്ദ്ര സർക്കാരിന്റെ അവസാന ബജറ്റിൽ എന്തൊക്കെയാണ് രാജ്യം പ്രതീക്ഷിക്കേണ്ടത്? കഴിഞ്ഞ 5 വർഷത്തിനിടെ തൊഴിൽ രംഗത്ത് മോദി സർക്കാരിന് സൃഷ്ടിക്കാനായത് 0% തൊഴിലവസരങ്ങളാണ്. സാമൂഹിക സുരക്ഷയിൽ വലിയ സംഭാവനകൾ നൽകിയെന്ന് കേന്ദ്രം പറയുമ്പോഴും അതിന്റെ വസ്തുത എന്താണ്? ഇത്തവണ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പോലും പാർലമെന്റിൽ വെക്കാത്ത കേന്ദ്രം പാർലമെന്റിനെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കുകയാണോ? ഈ വിഷയം ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി റെജിലുക്കോസ് ഇടത് സഹയാത്രികൻ, വിനിത ഹരിഹരൻ, BJP പ്രതിനിധി എന്നിവരാണ് ഉള്ളത്. ആദ്യം വിനിതയിലേക്ക് പോവുകയാണ്. വിനിത, അടുത്ത സമ്പൂർണ്ണ ബജറ്റിനെ കുറിച്ചുള്ള സൂചനകൾ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഭരണ തുടർച്ച അദ്ദേഹം ലക്ഷ്യമിടുന്നു. അത് മറ്റൊരു വിഷയമാണല്ലോ, അതവിടെ നിൽക്കട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായാലും നിർമ്മല സീതാരാമന്റെ ആയാലും വാക്കുകൾ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ ഉണ്ടെങ്കിലും വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഈ ബജറ്റിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്നതിന്റെ സൂചനകളാണോ നൽകുന്നത്? അതെ, നമസ്കാരം. ഇതിപ്പോ വോട്ടിന് അക്കൗണ്ട് ബഡ്ജറ്റ് ആയിരിക്കും. തുടർന്നയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതും തുടർച്ചയായിട്ട് കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും. അത് സ്വാഭാവികമായിട്ട് ലോക്സഭ ഇലക്ഷൻ വരികയാണ് 2024. അപ്പൊ അവർക്ക് ഒരു പുതിയ അനൗൺസ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കോഡാണ് അത്. നമുക്ക് അത് ആദ്യം ഒരു നിശ്ചയമല്ല, അതൊരു അവരുടെ ഒരു ഫ്രെയിം വർക്ക്, ഒരു ഒഫീഷ്യൽ ഫ്രെയിം വർക്ക് ആണ്. അപ്പൊ 2024 വരെ ഇല്ല, ഇതുവരെ ചെയ്ത സ്കീംസിന്റെ കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യും. ഇതുവരെ ചെയ്ത പദ്ധതികളും എല്ലാം 24 മെയ് വരെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കും ഈ ബജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. പുതിയ അനൗൺസ്മെന്റ്, വലിയ സർപ്രൈസസ് ഒന്നും ഉണ്ടാവില്ല, അത് ശരിയാണ്. പക്ഷെ പഴയ കാര്യങ്ങളൊന്നും നിർത്താണ്ട് തന്നെ അതേപോലെ തന്നെ ഒരു ഇമ്പാക്ട്, മീൻസ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാണ്ട ഒരു കണ്ടിന്യൂറ്റി മെഷേഴ്സ് ആയിരിക്കും ഈ ബജറ്റിൽ അവതരിപ്പിക്കുക നിർമ്മല സീതാരാമൻജി നാളെ. ശരി വിനിത, അതാണ് പ്രാഥമികമായ ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ. ഞാൻ മടങ്ങി വരാം. റെജിലുക്കോസ്, ഇപ്പോൾ വിനിത പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയും നിർമ്മല സീതാരാമന്റെയും ഒക്കെ വാക്കുകൾ അത്തരം സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപ് നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉയർത്തിക്കാട്ടാനുള്ള ചില കാര്യങ്ങൾ ബജറ്റിലൂടെ ഈ സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ആകാംക്ഷയാണ്, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പോലും തൊഴിലില്ലായ്മ നിരക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 5 വർഷത്തിൽ 0% എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരികയാണ്. ഒപ്പം തന്നെ കർഷകർക്ക് വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിന്റെ ഒന്നും കണക്കുകൾ ലഭ്യമല്ല. നോക്കൂ, അടിസ്ഥാന മേഖലകളെ എത്രമാത്രം അഡ്രസ് ചെയ്യും ഈ ബജറ്റ്? അസിത, തീർച്ചയായിട്ടും കുറെ ഗിമ്മിക്സുകൾ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും കാര്യമാര്യതിലൊന്നും പറഞ്ഞില്ല. സ്ത്രീ ശാക്തീകരണത്തേക്ക് മാത്രം ഊന്നിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നിൽക്കാതെയാണ് അദ്ദേഹം മടങ്ങുക ചെയ്തത്. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവരുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് 1 വർഷം 2 കോടി തൊഴിലവസരം നൽകുന്നുള്ളതായിരുന്നു. അത് ഈ പറയുന്ന 10 വർഷമായിട്ടും ഈ നിമിഷം വരെ പൂർത്തീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, ഇതുവരെ ഈ 10 വർഷത്തിനുള്ളിൽ ഈ BJP സർക്കാരിന് സാധിച്ചിരിക്കുന്നത് 2 കോടി 15 ലക്ഷം തൊഴിലവസരങ്ങൾ മാത്രമേ ഉള്ളൂ. റെയിൽവേയിൽ തന്നെയുണ്ട് ഏതാണ്ട് 4 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ നികത്താനായിട്ട്. ഇപ്പോൾ രാജ്യം ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തൊഴിൽ എന്താ പറയാ അവസര നിഷേധത്തിന്റെ ഒരു വലിയ ചരിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തൊഴിലില്ലായ്മ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊഴിലിന് ലഭ്യമാകാത്ത രീതിയിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അവർ വിറ്റ് തൊലച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന നാളത്തെ ബഡ്ജറ്റിൽ എന്തെല്ലാം ഗിമ്മിക്സുകളാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ആകാംക്ഷ, കേരളത്തിന് ഈ ബഡ്ജറ്റ് എന്തെല്ലാം രീതിയിലുള്ള സംഭാവനകൾ നൽകും. നമുക്ക് യാതൊരു പ്രതീക്ഷയ്ക്ക് അവകാശമില്ല. കാരണം കേരളത്തിന്റെ പദ്ധതി വിഹിതം പകുതിയായിട്ട് വെട്ടിക്കുറച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് തുക ഏതാണ്ട് പകുതിയായിട്ട് വെട്ടിക്കുറച്ചു. 54,700 കോടി രൂപയോളം കേരളത്തിന് ലഭിക്കേണ്ടത് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കേന്ദ്ര സർക്കാർ കേരളത്തിന് എന്തെങ്കിലും അനുകൂലമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട യാതൊരു വകയുമില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന കുറെ പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് വളരെ വസ്തുതയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനി വിറ്റു തുറയ്ക്കാനായിട്ടുള്ള ഏതെല്ലാം അവർ വിൽക്കും, അല്ലെങ്കിൽ ഏതെല്ലാം ഇനി കച്ചവടത്തിന് വെക്കും എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. പക്ഷെ ഇതുവരെ രാജ്യത്തിന്റെ GDP നിരക്ക് ഇത്രയ്ക്ക് ഭീമമായി കൂപ്പ് കുത്തിയിട്ടും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിലയിരുത്തല് ഈ നിമിഷം വരെ അതിന്റെ
പിന്നെ ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ GDP ഹാൻഡിൽ ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്നും ഈ നിമിഷം വരെ രാജ്യത്ത് തുറന്ന ഒരു എന്താ പറയുക ഒരു സംവാദമോ അല്ലെങ്കിൽ പുറത്ത് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ലോകം ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ 10 വർഷം കൊണ്ട് ഈ പിന്നെ ലോകത്തെ 173ാമത്തെ ദരിദ്ര രാജ്യമായിട്ട് ഇന്ത്യ കൂപ്പുകുത്തി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ 50 കോടി വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയാണ്. 20 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നതായിട്ട് ഐക്യരാഷ്ട്രസഭ പിന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു ബഡ്ജറ്റ് ഇടക്കാല ബഡ്ജറ്റ് ഗിമ്മിക്സുകളുടെയും നടക്കാൻ പറ്റാത്ത ഓരോ പ്രഖ്യാപനങ്ങളുടെയും ഒരു ആകെ തുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിന് ഏറെ നിരാശാജനകമായിരിക്കും. ഒരു തരത്തിലൊരു നീതി കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. വിനിത, വലിയ സാമ്പത്തിക വളർച്ചയിലേക്ക് രാജ്യം എത്തി എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഭാഗത്തു നിന്നും കേൾക്കുന്ന വാക്കുകൾ. പക്ഷെ നമ്മൾ അതിന്റെ ഫാക്ട്സിലേക്ക് വരുമ്പോൾ സത്യത്തിൽ അത് അങ്ങനെയാണോ? സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ച നിലയിലേക്ക് ഈ സാമ്പത്തിക വർഷം എത്തിക്കാൻ, അതായത് നടപ്പ് സാമ്പത്തിക വർഷം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. 10.5% പ്രതീക്ഷയെങ്കിൽ 9% എത്തി നിൽക്കുന്നു. തൊഴിലില്ലായ്മയെക്കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു. ആഗോള പട്ടിണി സൂചികയിലെ രാജ്യത്തിന്റെ സ്ഥിതി നമുക്കറിയാം. അങ്ങനെ ആകത്തുകയിൽ പുറമേ പറയുന്ന മോഡിക്കപ്പുറം രാജ്യത്തിന്റെ പൊതുവിലുള്ള ചിത്രം അതാണ്. എന്നോടാണോ വിനിത? അല്ല, ഈ ഒരു നിങ്ങളുടെ ഒരു വ്യാഖ്യാനവും നരേറ്റീവ് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു നരേറ്റീവ്. ഞാൻ ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. തമിഴ്നാട് പ്രവാസ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അവിടെയും ഒരു വളരെയധികം പോസിറ്റീവ് എൻവയറമെന്റ് ആണ്. മോദിജിയുടെ പ്രോഗ്രാംസ് നമ്മുടെ നമ്മളിവിടെ കേരളത്തിന്റെ സ്ഥിതിയോ തമിഴ്നാടിന്റെ സ്ഥിതിയോ അല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ വിനിതയോട് ചോദിച്ചത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയെ കുറിച്ചല്ല. കേരളത്തിന്റെ നരേറ്റീവ് മാത്രമാണ് ഇത്. വിനിത നോക്കൂ, ഇത് കേരളത്തിന്റെ നറേറ്റീവ് അല്ല. നോക്കൂ വിനിത, തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള കണക്കുകൾ ആഗോള അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആകെ ചിത്രത്തിൽ വരുന്ന കണക്കുകളാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 0% തൊഴിലവസരം എന്നുള്ളത്. സാമ്പത്തിക വളർച്ച നേടാനായിട്ടില്ല എന്നുള്ളതൊന്നും കേരളത്തിന്റെ നറേറ്റീവുകൾ അല്ലല്ലോ വിനിത, കണക്കുകളാണ്. കേരളത്തിൽ നരേറ്റീവ് ആരാണ് റെസ്പോൺസിബിൾ? അത് സംസ്ഥാന സർക്കാരും റെസ്പോൺസിബിൾ ആണ്, ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഞാൻ കഴിഞ്ഞ 2-3 ഡിബേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളമാണ് സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് എത്ര ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, എത്ര പ്രോഗ്രാംസ് വഴി, പദ്ധതികൾ വഴി, ഗരീബ് കല്യാൺ യോജന വഴി എത്ര കിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ കിറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, അതൊക്കെ നമ്മൾ പറഞ്ഞ് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്നിട്ടും നിങ്ങൾക്ക് അത് ബിലീവ് ചെയ്യുന്നെങ്കിൽ അത് വേണ്ട. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം, അടിസ്ഥാന സൗകര്യങ്ങളുടെ സബ്സിഡീസ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഫിഷർമെന്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരാണ്. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളോ, ഹൈവേ നിർമ്മാണം, അതൊക്കെ റോഡ് നിർമ്മാണം, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വഴി റോഡ്സിന്റെ നിർമ്മാണം, പിന്നെ മഹിളകൾക്ക് വേണ്ടിയിട്ട് പോഷൺ അഭിയാൻ വഴി എത്രത്തോളം ഗർഭിണി മഹിളകൾക്ക് ഇമ്പാക്ട് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ്, അതൊക്കെ നമ്മൾ ആവർത്തിച്ച് നമ്മൾ മാത്രമല്ല പറയണത്, BJP സ്പോക്സ് പേഴ്സൺസ് മാത്രമല്ല പറയണത്, ഇത് ഗ്ലോബലി അക്ലെയിംഡ് ഒരു കാര്യമാണ്. എല്ലാ രാജ്യത്തിനും എല്ലാ സംസ്ഥാനവും എല്ലാ സ്റ്റേറ്റ്സും നോക്കിയിട്ടാണ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ബഡ്ജറ്റ് ആണ് നൽകുന്നത്. ശരി വിനിത, നോക്കൂ, വിനിത പറയുന്ന കാര്യങ്ങൾ അത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. അത്തരം പദ്ധതികളുടെ പേരാണല്ലോ വിനിത പറയുന്നത്. പക്ഷേ അല്ല വിനിത, എന്റെ ചോദ്യം അതല്ല. ഞാൻ പറയുന്നത് ആഗോള രംഗത്ത് വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം വളർന്നു എന്ന് പറയുമ്പോൾ കണക്കുകൾ അതുമായി ബന്ധപ്പെടണമല്ലോ. തൊഴിലില്ലായ്മ നിരക്ക് 5 വർഷത്തിൽ 0% തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി എന്നുള്ളത് കണക്കുകളാണ്. സാമ്പത്തിക നോക്കൂ വിനിത, ഡേറ്റ ആണ് ഉള്ളത്. ഇന്റർനാഷണൽ ഫിഗേഴ്സും വേൾഡ് ബാങ്കും യുണൈറ്റഡ് നേഷൻസും നമ്മുടെ തന്നെ NSS സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാലും നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞിട്ടേ ഉള്ളൂ. അത് എത്രത്തോളം നമ്മൾ MSMEസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ PMEGP വഴി സബ്സിഡീസ് കൊടുക്കുന്ന സ്വയം തൊഴിലുകൾക്ക് വേണ്ടിയിട്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ വഴി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഗ്രൗണ്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതല്ല ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിനിത, സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്കുകളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലൂടെ 0% തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച ഒരു സർക്കാരിനെ കുറിച്ചാണ് വിനിത നമ്മൾ സംസാരിക്കുന്നത്. പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടാകാം, പക്ഷെ നോക്കൂ, സാമ്പത്തിക വളർച്ച പോലും നേടാനായിട്ടില്ല എന്ന് പറയുമ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് കൊണ്ടാകുന്നില്ല ഒന്നും എന്നുള്ളതല്ലേ അത് സൂചിപ്പിക്കുന്നത്. ചോദ്യത്തിലേക്ക് വരും. മാത്രമല്ല ഇംപ്ലിമെന്റേഷൻ ആണ് ഇത്. ഇംപ്ലിമെന്റേഷന്റെ
സക്സസ് നിങ്ങൾ എത്രത്തോളം ഫോൾസ് നെഗറ്റീവ് ചെയ്താലും ആൾക്കാർക്കും അത് അറിയാം, അത് റിയാലിറ്റി നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അല്ല റിയാലിറ്റി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണക്കുകളാണ് പറയുന്നത്. സാമ്പത്തിക വളർച്ച കഴിഞ്ഞ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എത്രയായി എന്നുള്ളത് വിനിത കണക്കുകൾ പറഞ്ഞോളൂ. കണക്കുകൾ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നതല്ലോ. അതെ അതെ, NSS കൊണ്ട് കണക്കുകൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. 8.2% 6.8% ഡിക്രീസ് ഉണ്ട് NSS കൊണ്ട് സാമ്പിൾ സർവേ പ്രകാരം. നിങ്ങളുടെ ഡേറ്റാ സോഴ്സ് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഡേറ്റാ സോഴ്സ് ഒക്കെ? ഗ്ലോബലി അക്ലെയിം കാര്യങ്ങളാണ്. നമ്മുടെ ഇൻക്രീസ് ഇൻ ദ ലാസ്റ്റ് 10 years എത്രത്തോളം നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രജൈൽ 5 എക്കോണമി ടോപ്പ് 5 എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ വേണ്ടേ? നമ്മൾ ഗ്ലോബലി അക്ലെയിംഡ് ഒരു സൂപ്പർ പവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വികസിത് ഭാരത് ആയിട്ട് മാറും. നമ്മൾ 2047 അണ്ടർ ഡെവലപ്ഡ് നേഷൻ ആയിരുന്നു നമ്മൾ 2014 മുമ്പ്. ഇപ്പൊ നമ്മൾ ഡെവലപ്പിംഗ് നേഷൻ ആയി. ഇപ്പൊ ഡെവലപ്ഡ് നേഷൻ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ആവും 2047. നിരവധി കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പ്രസിഡന്റ് മുർമുർജിയുടെ സ്പീച്ച് നമ്മൾ കേട്ടാൽ അതും നിങ്ങൾ ഡിസ്ബിലീവ് ചെയ്യാണ്. മുർമുർജി നോണ പറയും എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എത്രത്തോളം നമ്മൾ അച്ചീവ്മെന്റ്സ് നൽകിയിട്ടുണ്ട് ലാസ്റ്റ് 10 years. ഇപ്പൊ കേരളത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫണ്ടിങ്ങും നൽകിയിട്ടുണ്ട്. ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളും എംപ്ലോയ്മെന്റും MSMEസിനും അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. സംസ്ഥാന സർക്കാരിന് എവിടെയല്ല ഫണ്ട്? ഖജനാവ് കാലിയാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സംസ്ഥാന സർക്കാരിന് ഖജനാവ് കാലിയാണ്. കോഓപ്പറേറ്റീവ് സെക്ടറിൽ മൊത്തം കൊളാക്കി വെച്ചിരിക്കുകയാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് മുൻപൊക്കെ ചില പദ്ധതികളായിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചില പ്രോഗ്രാമുകളുടെ പേരൊക്കെ വിനിത പറയുന്നുണ്ട്. ഈ പേരുകൾക്കപ്പുറം നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ഇവയൊക്കെ എത്രമാത്രം ഫലവത്തായിട്ടുണ്ട്? കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ നമ്മൾ ഈ പേരുകൾ കേട്ടിരുന്നല്ലോ റജി ലൂക്കോസ്. കേരളത്തിന് വേണ്ടി എത്രത്തോളം ഫണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അവരിപ്പോ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് വസ്തുതാപരമായിട്ടുള്ള ഒരു തെളിവ് അവർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവർ ഈ BJPയുടെ നേതാക്കന്മാര് കേരളത്തിനെ സാമ്പത്തികപരമായ രീതിയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കുന്ന മാത്രമേ ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള ദ്രോഹങ്ങളും ചെയ്തിട്ട് അവർക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പദ്ധതി വിഹിതം കേരളത്തിന് വെട്ടിക്കുറിച്ചതിന് നിങ്ങൾക്ക് ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും? 14,000 കോടി രൂപ GSTയുടെ വിഹിതം കിട്ടാനുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും? അതുപോലെ നീതി ആയോഗിന്റെ ചെയർമാൻ തന്നെ പുറത്തുവിട്ടൊരു ഈയിടെ രാജ്യം തന്നെ ഞടുങ്ങിപ്പോയ ഒരു രഹസ്യ സംഭാഷണം പുറത്തു വന്നില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനോട് പ്രസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കുള്ളത് 40% മേൽ വെട്ടിക്കുറയ്ക്കണമെന്നുള്ളവരും. അതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന കേരളമല്ലേ? കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ്, ഒരു സർക്കാർ കേരളം ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ക്ഷേമ പെൻഷനുകളും വികസന പ്രവർത്തനം നടത്തുന്നത്. ഇനി മറ്റൊരു കാര്യം, ദേശീയപാത വികസനം നോക്കൂ. ദേശീയപാത വികസനത്തിൽ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് 25% പണം പിടിച്ചു പറിക്കുന്നത് ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സംസ്ഥാനത്തു നിന്നുമില്ല. മഹാരാഷ്ട്രയിൽ നിന്ന് ആകെപ്പാടെ പിരിച്ചിരിക്കുന്നത് 340 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 6,000 കോടി രൂപ വരെ കേന്ദ്ര സർക്കാർ ഇപ്പൊ പിരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഈ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും ഈ സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നത് അത് ഇച്ഛാശക്തി കൊണ്ട് ആർജം കൊണ്ടുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പറയുന്നു കേരളത്തിൽ പദ്ധതിയാണെന്ന്. ഞാനൊരു വലിയൊരു ഉദാഹരണം പറയാം. ലൈഫ് പദ്ധതിയിൽ 60,000 രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ സംഭാവന ഓരോ വീടിനും. അതിപ്പോ മുടങ്ങിയിട്ട് 1.5 വർഷമായി. ആകെ 80,000 വീടുകൾക്ക് നൽകിയിട്ടുള്ളൂ. 4 ലക്ഷം വീടുകൾ പണം കൊടുത്തതില്. ബാക്കി എല്ലാം മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരാണ് 4 ലക്ഷം രൂപയും മുടക്കി ഈ വീടുകളെല്ലാം പണി തീർത്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചോളം ഇത്രയധികം വിവേചനം, ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ മാന്യതകളെയും അതിലംഘിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തോടുള്ള ഏറ്റവും കടുത്ത വിവേചനം ഏറ്റുവാങ്ങുന്നത് കേരളമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നു ആ പദ്ധതി ഏതു, ഈ പദ്ധതി ഏതു? നിങ്ങൾ ഏതെങ്കിലും ഒരു പദ്ധതി പറയൂ. ഇവിടെ ഈ അടുത്ത സമീപ ദിവസങ്ങളിൽ കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ദേശീയപാത വികസനങ്ങൾ തങ്ങളാ നടത്തണമെന്ന് പറഞ്ഞു. പച്ച നുണയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട്? ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് എയർ ഇന്ത്യ പോലെയുള്ള, എയർ ഇന്ത്യ ഇപ്പൊ പിച്ചു തുറച്ചെങ്കിലും 1,75,000 രൂപയാണ് ഹജ്ജ് തീർത്ഥാടകരോട് പിഴിഞ്ഞു ഊറ്റുന്നത്. കേവലം 12,000 രൂപ 13,000 രൂപയ്ക്ക് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് 1.25 ലക്ഷം വെച്ച് കേരളത്തിലെ ലക്ഷക്കണക്കിന് ഹാജിമാരോടും ഹജ്ജ് തീർത്ഥാടകരോട് കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം. അത്
കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രമാണ് ഇരട്ടി തുക കൊള്ളയടിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ആനുകൂല്യത്തിന്റെ പേരിലാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്? അവര് മനുഷ്യരല്ലേ, തീർത്ഥാടനത്തിന് പോകുന്നവര്. അത് കേരളത്തിലെ ജനങ്ങൾ അതിന് മറുപടി പറയും. അല്ലല്ല, ഞാനെന്ന് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കേരളത്തിനോട് ചെയ്യുന്ന ഈ കൊടുത്ത അനീതിക്ക് ഈ ബഡ്ജറ്റിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള നീതി പറയുന്നത് ഞങ്ങളാരെങ്കിലും വിശ്വസിക്കണോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. തെരഞ്ഞെടുപ്പ് ഗിമ്മിക്സ് ആയിരിക്കും. വനിതകളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ നാടകങ്ങളിൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് 1-2 പ്രാവശ്യം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് സംവാദം നടത്തിയിട്ടില്ല. ഇന്ന് 7-8 മിനിറ്റ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെ ഏതെങ്കിലും രീതിയിലുള്ള സൂചന അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയാൻ പറ്റിയെങ്കിലും ഒരു സൂചന ഈ പറയുന്ന രീതിയിലുള്ള ബഡ്ജറ്റുമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ ഞങ്ങൾക്ക് പറയാനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമന്റെ ധനമന്ത്രിയുടെ ഹസ്ബൻഡ് സാമ്പത്തിക വിദഗ്ധനെ അദ്ദേഹം പറഞ്ഞ എന്താ, ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ്. കണക്കുകളെ കുറിച്ചോ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് അറിയാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. സാമ്പത്തിക വിഷയങ്ങളിൽ രാജ്യം ഒരു വൻ പരാജയമാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ ലോകത്തിന്റെ തന്നെ മുമ്പിൽ പരാജയപ്പെട്ട ഒരു രാജ്യമാണ് ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ എന്ന് പരസ്യമായി പറഞ്ഞ ഞങ്ങളല്ല, ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം മുൻ ആന്ധ്രാപ്രദേശ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തെ എന്താ പറയുക തൊലച്ച് നശിപ്പിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമങ്ങളെ എല്ലാം വിലക്കെടുത്ത് അവരുടെ വായി മൂടിക്കെട്ടി ഇനിയും ഭരണത്തിലേറാനുള്ള നാടകങ്ങൾക്ക് ഇന്ത്യൻ ജനത തിരിച്ചടി നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ബഡ്ജറ്റിൽ വനിതകൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യങ്ങൾ വോട്ട് ബാങ്ക് മാത്രം അല്ല, വോട്ട് ബാങ്ക് ഒന്നുമല്ല ലക്ഷ്യം. നമുക്ക് വനിതകളിനെ 2014 തൊട്ട് തുടങ്ങിയ പദ്ധതികൾ, എല്ലാ പദ്ധതികളും നിങ്ങൾ പറയുമ്പോൾ പദ്ധതികൾ പേര് മാത്രം പറയാണെന്ന്, പക്ഷേ അത് പറയാണ്ട് പറ്റില്ല. ബിക്കോസ് അതാണ് നമ്മുടെ അടിസ്ഥാനം. വികസനമാണ് നമ്മുടെ അടിസ്ഥാനം. ഈ BJP സർക്കാരിന്റെ അടിസ്ഥാനം തന്നെ വികസനമാണ്. നമ്മുടെ എല്ലാ പദ്ധതികളും നോക്കിയാലും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന് 33 മുകളിൽ ശതമാനം വിമൻ ബെനിഫിഷ്യറീസ് ആണ്, മഹിളകളാണ് അതിന്റെ ലാഭാർത്ഥികൾ. ആവാസ് യോജന ആയാലും ജൽജീവൻ മിഷൻ ആയാലും എന്തായാലും സ്വച്ഛ് ഭാരത് മിഷൻ ആയാലും ഉജ്ജ്വല യോജന പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്സ് അതൊക്കെ 50%ഓളം മാക്സിമം ലൈക്ക് മോർ ദാൻ 30% ബെനിഫിഷ്യറീസ് വിമൻ ആണ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. കൂടുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായിരുന്നു കൂടുതൽ വനിതകളിലേക്ക്, സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തിയിരുന്നത്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തൊഴിൽ ദിനങ്ങൾ എത്രയായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്? അവരുടെ വേതനം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? ലേബർ റേറ്റ് കൂട്ടിയിട്ടേ ഉള്ളൂ. മൻറേഗ നമ്മൾ എത്രത്തോളം ഇംപ്ലിമെന്റേഷൻ വേഗത കൂടിയിട്ടുണ്ട് ഈ സർക്കാരിലാണ്. പഴയ സർക്കാരിന്റെ ഒരു പോളിസി ആയിരുന്നു, പക്ഷെ അത് പോളിസി മാറ്റം മാത്രമായിട്ട് നിന്നു. ഇപ്പോഴാണ് നമ്മൾ വേഗത നൽകിയത്. എല്ലാ പ്രോഗ്രാംസും പദ്ധതികളും വേഗത നൽകിയത് BJP സർക്കാരാണ്. കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു പറഞ്ഞ് എനിക്ക് 1 മിനിറ്റ് സമയം തരണം. 37 ലക്ഷം കർഷകരാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളത് കേരളത്തില്. അതിൽ 1600 കോടിയാണ് ലാസ്റ്റ് ഇയർ മാത്രം ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് കർഷകർക്ക് ഫാമേഴ്സിന് വേണ്ടിയിട്ട്. ബ്ലൂ റെവല്യൂഷൻ 171 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ബ്ലൂ റെവല്യൂഷൻ ഫിഷർമെന്റിന് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കേരളത്തില്. സോയിൽ ഹെൽത്ത് കാർഡ് 33 ലക്ഷം സോയിൽ ഹെൽത്ത് കാർഡ് നമ്മൾ കേരളത്തിന് മാത്രം കൊടുത്തിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട്സ് 800 crores 2019-20, 766 crores 2020-21, 21-22 757 കോടിയാണ് സെൻട്രൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. പോഷൺ അഭിയാനും 167 കോടിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം. അതിന് മുമ്പത്തെ വർഷം 100 കോടി, അതിന് മുമ്പത്തെ വർഷം 65 കോടി, 12 കോടി, ഇതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻസ് ഇൻ പോഷൺ അഭിയാൻ. ആയുഷ്മാൻ ഭാരതിനെ കുറിച്ച് അറിയാലോ നിങ്ങൾക്കൊക്കെ. 72 ലക്ഷം ആയുഷ്മാൻ ഭാരത് കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട് കേരളത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2000 കോടി രൂപയാണ് നമ്മൾ ഈ പദ്ധതി വഴി നമുക്ക് നൽകാൻ പറ്റിയിരിക്കുന്നത് കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളാണ് PMBJP പ്രധാനമന്ത്രി ഔഷധി കേന്ദ്ര, മറ്റേ നമ്മുടെ ജൻധൻ യോജനകൾ 974 ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് നമ്മൾ വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരളത്തിൽ മാത്രം എന്റെ കണക്കാണ്. നഗര വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ 166,000 നമ്മൾ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ.
അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് പദ്ധതിയാണ് നിങ്ങൾ നൽകി ലൈഫ് പദ്ധതിയാണെന്ന് പ്രധാനമന്ത്രി ആവാസ് യോജനകൾക്ക് വേണ്ടാന്ന് ആദ്യം പിന്നെ ഖജനാവ് ഖാലിയാക്കി കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ആവാസ് യോജന നമുക്ക് ഫണ്ട് തരുന്നില്ല എന്ന്. പിന്നെ ഇങ്ങനത്തെ നിരവധി കാര്യങ്ങൾ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ല. പ്രോഗ്രാംസിന്റെ പേരുകൾ മാത്രം പറഞ്ഞു. പേരുകൾ മാത്രമല്ല, കണക്ക് സഹിതം നമുക്ക് ഉണ്ട്. കേരളത്തെ എത്രയാണ് നമ്മൾ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് കേരളത്തിന്റെ ആൾക്കാർക്ക് വേണ്ടി. ഇത് ഞാൻ റീഡ് ഔട്ട് ചെയ്ത ഒരു ഫുൾ ഡിബേറ്റിന്റെ സമയം കഴിയും, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വായിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് കണക്കും കണക്കിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു മിനിറ്റ് അനുവദിക്കാനില്ല. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, വിനിത കൃത്യമായ മറുപടി അതിന് പറഞ്ഞില്ല. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ. കേന്ദ്രം ഏറ്റവും കൂടുതൽ വിഹിതം വെട്ടിക്കുറച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുന്നിൽ നിൽക്കുമ്പോഴാണ് വനിതാ ശാക്തീകരണത്തെ കുറിച്ച് നരേന്ദ്രമോദി സർക്കാർ പ്രസംഗിക്കുന്നത്. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞു തീർക്കണം. ഈ 54,000 കോടിയാണ് നമുക്ക് നൽകിയിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ടാക്സസിന്റെ ഷെയർ. കേരളത്തിന് മാത്രം ഏറ്റവും ഹയസ്റ്റ് ടാക്സ് ഷെയർ നൽകിയിരിക്കുന്നത് കേരളത്തിനാണ്, സെൻട്രൽ ഗവൺമെന്റിന്. പിന്നെ വീണ്ടും നമ്മൾ അത് മറ്റേ ബാലൻസ് റേഷ്യോസ് ഒക്കെ ഫിസ്ക്കൽ റേഷ്യോസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നിർമ്മല അവസാന സമയം പറയുന്നത് ആ വിഷയങ്ങൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അതിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് അത് അറിയാം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടുന്നു. റെജില കോസ് പറഞ്ഞോളൂ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതി വീതം വെട്ടിക്കുറച്ചിട്ടാണ് വനിതാ ശാക്തീകരണത്തെ കുറിച്ച് ഈ സർക്കാർ സംസാരിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ റെജില കോസ്. ഹലോ, വനിതാ ശാക്തീകരണത്തെ കുറിച്ച് എന്ത് ആത്മാർത്ഥത അവർക്കുള്ളത്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസങ്ങളിൽ വെട്ടിക്കുറച്ചു. ഇതൊന്നിലേക്ക് പോകണ്ട. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അതായത് നോട്ട് നിരോധനത്തിലൂടെ, അപക്വമായ നോട്ട് നിരോധനത്തിലൂടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പരാജയമാണെന്ന് തെളിയിച്ച നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർത്തിട്ട് ഈ നിമിഷം വരെ അതിനെ കരകയറാൻ പോലുമുള്ള എന്താ പറയുക ഒരു ശേഷി പോലും പ്രകടിപ്പിക്കാത്ത ഒരു കേന്ദ്ര സർക്കാരിന്, ഇന്ത്യയിലെ 60 കോടിയോളം ജനങ്ങളെ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തിയ ഒരു കേന്ദ്ര സർക്കാരിന്, ജനങ്ങളുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്നും വിവര സാങ്കേതിക വിദ്യകളുടെ അംശം പോലും ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ഒരു കേന്ദ്ര സർക്കാരിന് എന്ത് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന പറയുന്നത്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറയുന്നത് കയ്യൂക്കിന്റെ ബലത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളെയൊക്കെ വരുതിയിലാക്കി. ഇവിടുത്തെ ഇപ്പൊ തന്നെ ഇന്ന് രാത്രിയിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്ന കേട്ടത്.